ഹലോ, ആദം ഫുഡ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട ഒരു ഷേപ്പുള്ള അച്ച് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. മീഷോ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ച് ആദ്യം പരത്തി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ അതിൻ്റെ അച്ചുണ്ട്. മസാല വെച്ച് അമർത്തിയാൽ ആ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അത് കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതിനായി ആദ്യം ഞാൻ കടിയാക്കേണ്ട മാവ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 3 കപ്പ് മൈദപ്പൊടി. അപ്പോൾ നിങ്ങൾ എത്രയാണോ ആക്കുന്നത് അതനുസരിച്ചിട്ട് എടുക്കുക. അപ്പം ഞാനിത് ഇതിനാവശ്യമായ 2 എഗ്ഗിൻ്റെ മസാലക്ക ആക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ പൊടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായി ആവശ്യത്തിന് മൈദപ്പൊടി എടുത്ത് കുഴച്ച് വെക്കുക. അപ്പോൾ ഒരു കപ്പിൽ ആവശ്യത്തിന് മൈദപ്പൊടി എടുത്ത് ഇത് സാധാ നോർമൽ വെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് നുള്ളുപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നല്ല രീതിയിൽ കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഏത് ഓയിലായാലും സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, ഏത് ഓയിലായാലും നിങ്ങൾക്ക് ചേർക്കാം. നല്ല രീതിയിൽ നമ്മൾക്ക് പരത്തുമ്പോൾ നിങ്ങൾക്ക് തിരിയും. ഓയിൽ ചേർത്ത മാവ് പരത്തുമ്പോൾ ഒരു നല്ല രീതിയിൽ നമുക്ക് മാവ് കിട്ടും. അത് പൊരിക്കുമ്പോൾ ആയാലും നല്ല ടേസ്റ്റ് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും മൈദപ്പൊടി കുഴക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഓയിൽ ചേർക്കുക. അപ്പോൾ ഇതിന് മസാലയ്ക്ക് ആവശ്യമായ 2 മുട്ട വേവിക്കാൻ വെക്കുന്നുണ്ട്, ഉപ്പ് ഇട്ട്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായ 3 മീഡിയം സൈസ് ഉള്ളിയും 3 പച്ചമുളക്, 3-4 ഇല്ലി വെളുത്തുള്ളി, കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നന്നായി ചതച്ച് വെക്കുക ആദ്യം തന്നെ. ഇതിനാവശ്യമായ 3 മീഡിയം സൈസ് ഉള്ളി നേരിയ രീതിയിൽ നൈസായിട്ട് അരിഞ്ഞു വെക്കുക. ചെറിയ ചെറിയ പീസാക്കുക. അച്ചിൽ വെക്കേണ്ടതുകൊണ്ട് ഉള്ളി കുഞ്ഞു കുഞ്ഞു പീസാക്കുന്നുണ്ട്. അതിന് ശേഷം അപ്പോൾ ഇതിനാവശ്യമായ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ ആദ്യം തന്നെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു നുള്ളിടുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ ഉള്ളിൻ്റെ ചൊയ ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പോൾ മസാല ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എന്ത് മസാല ആക്കുമ്പോൾ ഫസ്റ്റ് ഇട്ടാൽ ഒരു നുള്ളിട്ടാൽ മസാല നല്ല ടേസ്റ്റ് കിട്ടും. ആ ഉള്ളിൻ്റെ ചൊയൊന്നും എന്തായാലും മസാലയ്ക്ക് വരില്ല. അപ്പോൾ അതിട്ട് പിന്നെ ഉള്ളി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി വഴറ്റുക. വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, കറിവേപ്പിലയും ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് അത് നല്ലോണം ഉള്ളി വെന്തെടുക്കുക. ഉള്ളി വേവിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നിങ്ങൾ എരിവിനാവശ്യത്തിന് ഇടുക. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഉള്ളി നല്ല രീതിയിൽ വേവണം. അപ്പോൾ അതുവരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ വേവിച്ച് വെച്ച 2 മുട്ട ചെറിയ രീതിയിൽ അരിഞ്ഞത് അതുകൂടി അതിലേക്കിട്ട് നന്നായി ഇളക്കുക. അത് നന്നായി മിക്സായി മുട്ടയും മസാലയും കൂടി നല്ലോണം മിക്സ് ആകുന്നത് വരെ ഇളക്കുക. അപ്പോൾ എഗ്ഗ് മസാല റെഡിയായി. ഇനി നമ്മൾക്ക് അതിലേക്ക് ആക്കുക. അച്ചിലേക്ക് ആക്കുന്നത് നോക്കാം. ആവേ ഇല്ലേ എന്നുള്ളത്
ശരിക്കും കാണിച്ചു തരാം. ആ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കറക്റ്റ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ആ പ്രൊഡക്റ്റ് നിങ്ങളൊക്കെ ശരിക്കും ഇൻസ്റ്റയിലും അതിലൊക്കെ ഒരുപാട് ചൈനക്കാരും ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. മീഷോ പ്രൊഡക്റ്റാണ്. ജസ്റ്റ് 162 റേറ്റ് മാത്രമേ ഇതിനുള്ളൂ. ചീപ്പ് റേറ്റാണ്. പക്ഷേ എനിക്കിത് സംഭവം എനിക്കിത് നല്ല കടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്നാക്സ് നല്ല ഇതേ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഈ ഭാഗത്താണ് പരത്തുന്നത്. ഈ പരത്തുന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. അപ്പം നേരത്തെ കുഴച്ച് വെച്ച മാവ് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ആദ്യം എടുക്കുക. എന്നിട്ട് അതിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ചെറിയൊരു കുഞ്ഞു പൂരിയുടെ വലുപ്പത്തിന് അത് വരണം. എന്നാലേ ഇപ്പുറത്തെ അച്ചിൽ വെച്ചിട്ട് നമുക്ക് ആ മാവ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് അതിൽ ഞാൻ മൈദപ്പൊടി തന്നെ അതിൽ വിതറുന്നുണ്ട്. എന്നിട്ട് അമർത്തി നോക്കി. നമ്മൾക്ക് പൊതുവേ സ്നാക്സിന് അറിയാലോ, പരത്തുമ്പോൾ ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു നേരിയ രീതിയിലാണ്, കട്ടിയില്ലാത്ത രീതിയിലാണ് നമുക്ക് മാവ് പരത്തി കിട്ടേണ്ടത്. എന്നാലേ നമ്മൾ പിന്നെ സ്നാക്സ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പൊടി അധികം തടിയായാൽ പരത്തുന്ന മാവ് തടിയായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഞാൻ ആവുന്ന രീതിയിൽ അമർത്തി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ തടിയല്ലാണ്ട് നേർങ്ങനെ കിട്ടിയില്ല. അപ്പോൾ അവസാനം നമ്മളെ പഴയ പോലെ ഞാൻ കുഴൽ വെച്ച് പരത്തിയിട്ട് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് അച്ചിലിട്ട്. പക്ഷേ ആ അച്ച് അടിപൊളിയാണ്. ഓവർ പൊടിയൊന്നും ഇടാണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല, വേഗം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഓക്കെയാണ്. പരത്തുന്ന സൈഡ് എങ്ങനെയും അമർത്തിയിട്ട് അത് ആവുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എന്താക്കി, നമ്മൾ എക്സ്പേർട്ടുള്ള പണിയാണ് ഈ പരത്തൽ. അപ്പോൾ അത് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഒരു സൈഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിട്ടുള്ളൂ. മറ്റേ സൈഡ് അമർത്തിയിട്ട് സൈഡ് സ്ക്രൂ ഒക്കെ ഫസ്റ്റ് ടൈം ഇളകിയായിരുന്നു. അപ്പോൾ സ്ക്രൂ ഒന്നും കൂടി ഇട്ട് അമർത്തി നോക്കി. പക്ഷേ നേർങ്ങനെ കിട്ടുന്നില്ല, നേരിയ രീതി കിട്ടുന്നില്ല, തടിച്ച രീതി കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്നാക്സ് തടിച്ച മാവാകുമ്പോൾ ഒരിക്കലും ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എന്താക്കി, നല്ല രീതിയിൽ പരത്തി എന്നിട്ട് അത് റൗണ്ടായി മുറിച്ചെടുത്തിട്ട് ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ പൂരി പോലെ ചെറിയ ചെറിയ ബോൾസ് പരത്തിയിട്ട് പൂരി പോലെ പരത്തിയെടുത്തിട്ട് അങ്ങനെ വെക്കുകയും ചെയ്യാം. ഇതാകുമ്പോൾ ഒരു പരത്തലിന് 3 റൗണ്ടൊക്കെ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ പരത്തി 3 റൗണ്ടാക്കി. ഇങ്ങനെ ചെറിയ ചെറിയ റൗണ്ടാക്കിയിട്ട് അച്ചിൽ വെച്ച് അതേ ഷേപ്പിലാക്കി എടുക്കുക ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ല. 162 രൂപക്ക് ഓക്കെയാണ്, പ്രൊഡക്റ്റ് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ നല്ല റേറ്റല്ല, ചീപ്പ് റേറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ ഒരച്ച് നല്ല രീതിയിൽ കടിയുടെ ഷേപ്പ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പൊടിയൊന്നും ഇടാതെ തന്നെ ഒട്ടുന്നൊന്നുമില്ല, വേഗം നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും, ഒട്ടാണ്ട് കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റേ നമ്മൾ പ്രസ് ചെയ്യുന്ന സൈഡ് തീരെ ശരിയില്ല. പിന്നെ ഭയങ്കര തടിയായിട്ട് കിട്ടുന്ന, അതും പരന്ന് വരുന്നേ ഇല്ല. കുറേ അമർത്തിയാൽ, അതിൽ കൂടുതൽ അമർത്തിയാൽ എന്തായാലും ആ പ്രൊഡക്റ്റ് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ അമർത്താനും പറ്റില്ല. പക്ഷെ ഒരു സൈഡ് ഓക്കെയാണ്. പിന്നെ ജസ്റ്റ് 165 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് എനിക്കും ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഷേപ്പിൽ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സ്നാക്സ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത പോലെ തന്നെ മസാല കൂടുതൽ ഓവർ മസാലപ്പൊടികളൊന്നും ചേർക്കാതെ ഇതുപോലൊന്ന് മസാല ഉണ്ടാക്കി നോക്കും. അപ്പോൾ എഗ്ഗിന് പകരം ചിക്കനോ ബീഫോ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നന്നായി ഉപ്പും മുളകും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് എഗ്ഗിന് പകരം അത് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ മസാല ആക്കിയാൽ. അപ്പോൾ നമ്മളെ കടിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ച് നോക്കാം. അപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.